നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് പരിപ്പ് പായസമാണ്. പായസം വയ്ക്കാനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് 100 ഗ്രാം ചെറുപയർ പരിപ്പാണ്. ആദ്യം ഈ പരിപ്പൊന്ന് വറുത്തെടുക്കണം. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം പരിപ്പ് വറുക്കാനായിട്ട്. എല്ലാ പരിപ്പും ഒപ്പം ചൂടായി കിട്ടാനായിട്ട് ഇത് ഇളക്കിക്കൊണ്ടേയിരിക്കണം. പരിപ്പ് ഇതാ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് കഴുകി വേവിച്ചെടുക്കാം. കുക്കറിലിട്ട് വേവിച്ചെടുക്കാം. 2 വിസിൽ അടിച്ചാൽ മതി, പെട്ടെന്ന് വെന്ത് കിട്ടും. പരിപ്പിലേക്ക് ആവശ്യത്തിന് വെള്ളവും കൂടി ഒഴിച്ച് വേകാൻ വയ്ക്കണ്ടേ. പരിപ്പ് വെന്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഉടച്ചെടുക്കണം. കയ്യിൽ വെച്ച് വെറുതെ ഒന്ന് ഉടച്ചാൽ മതി, മുഴുവനായിട്ടാണ്ട് ഉടയ്ക്കണ്ട. പായസം കഴിക്കുന്ന സമയത്ത് കുറച്ച് കടിക്കാനും വേണം. പരിപ്പ് ഉടച്ചു കഴിഞ്ഞു. ഇനി ഇതിലേക്ക് വെല്ലം ചേർക്കണം. വെല്ലം ആദ്യം ഒന്ന് ഉരുക്കിയെടുത്തതിന് ശേഷമാണ് ചേർക്കുന്നത്. 5 അച്ച് വെല്ലമാണ് ചേർക്കുന്നത്. ഇത് ആദ്യം ഒന്ന് ഉരുക്കിയെടുക്കാം. പാത്രത്തിലേക്ക് വെല്ലം വെച്ചു. ഇനി ഇതിലേക്ക് 1 ഗ്ലാസ് വെള്ളവും കൂടി ഒഴിച്ച് ഉരുക്കിയെടുക്കാം. വെല്ലം മുഴുവനായിട്ട് ഉരുകിക്കഴിഞ്ഞു. ഇനി ഇത് അരിച്ചിട്ട് പരിപ്പിലേക്ക് ഒഴിക്കാം. വെല്ലപ്പാവ് ഒഴിച്ചതിന് ശേഷം നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇളക്കി കഴിഞ്ഞതിന് ശേഷം തേങ്ങാപ്പാൽ ചേർക്കേണ്ടത് 2-ാം പാലാണ്. 1/2 ലിറ്റർ 2-ാം പാലാണ് ചേർക്കുന്നത്. ഇനി ഇതൊന്ന് നന്നായി തിളപ്പിച്ച് കുറുക്കിയെടുക്കാം. പരിപ്പ് നല്ലതുപോലെ ഉടഞ്ഞത് കൊണ്ട് തന്നെ പെട്ടെന്ന് കുറുകി കിട്ടും. അപ്പോൾ ഇത് തിളച്ച് തുടങ്ങി. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇപ്പോൾ ഇതാ പായസം നല്ലതുപോലെ കുറുകിയിട്ടുണ്ട്. ഇത്തിരി ലൂസായിട്ട് തന്നെ ഇരിക്കണം, അല്ലെങ്കിൽ തണുക്കുന്ന സമയത്ത് നന്നായി കുറുകിപ്പോകും. ഇനി ഇതിലേക്ക് തേങ്ങാപ്പാൽ 1-ാം പാൽ കൂടി ഒഴിക്കണ്ടേ. 1-ാം പാൽ ഒഴിച്ച് ഒന്ന് തിളച്ചതും ഫ്ലെയിം ഓഫ് ചെയ്യുക. ഞാനിതിൽ കുറച്ച് ഏലക്ക പൊടി കൂടി ചേർത്തിട്ടുണ്ട്. അത് ഷൂട്ട് ചെയ്യാൻ വിട്ടുപോയതാണ്. പായസം റെഡിയായി. ഇനി ഇതിലേക്കുള്ള അണ്ടിപ്പരിപ്പ് മുന്തിരിയും വറുത്ത് കോരാം. അതിനായിട്ട് ഒരു പാത്രത്തിൽ 1 സ്പൂൺ നെയ്യ് ഇടണ്ടേ. നെയ്യ് ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് കുറച്ച് തേങ്ങാക്കൊത്ത് ഇടണ്ടേ. നന്നായി ഇളക്കി തേങ്ങാക്കൊത്ത് ബ്രൗൺ കളറാക്കി എടുക്കണം. തേങ്ങ ബ്രൗൺ കളറായി വരുന്ന സമയത്ത് അതിലേക്ക് അണ്ടിപ്പരിപ്പ് ചേർക്കണ്ടേ. അണ്ടിപ്പരിപ്പ് കളറ് മാറി വരുന്ന സമയത്ത് അതിലേക്ക് കുറച്ച് ഉണക്കമുന്തിരി കൂടി ചേർക്കണ്ടേ.
അപ്പോൾ ഇനി ഇത് എല്ലാം കൂടി പായസത്തിലേക്ക് ഒഴിക്കാം.